അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ആങ്ങളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ശരിക്കും ഫസീല ഞെട്ടിപ്പോയി. അവള് ഗൾഫിലെത്തിയല്ലേ? എൻ്റെ മക്കളെയും കൊണ്ട്. നാണമില്ലല്ലോ അയാൾക്ക്. എൻ്റെ മക്കളെയും കണ്ട് മറ്റൊരു പെണ്ണുമായി ഗൾഫിൽ സുഖമായി ജീവിക്കുക. ഒരു നിമിഷം അവൾ ഓർത്തു, എൻ്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ സുഖമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്ത് ഇപ്പോൾ അവർ ഗൾഫിൽ പോയി സുഖമായി ജീവിക്കുന്നു. അതും ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളെയും കൊണ്ട്. ആഹാ, എന്തൊരു സുഖമാണവൾക്ക്. ആ ചെറ്റക്കുടലിൽ വളർന്നു വന്ന ആ ഒരു കറമ്പിപ്പെണ്ണ്, അതാണ് ജമീല താത്തയുടെ മരുമകൾ. എനിക്ക് അവളെക്കുറിച്ച് വിശേഷിപ്പിച്ച് തന്നത്. സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ അവൾക്ക്. 2 മക്കളുള്ള ഒരാളെ കൂട്ടിപ്പിടിച്ച് നടക്കുക പെണ്ണ്, നാണം കെട്ടവൾ. ഇപ്പം അവര് ഗൾഫിലെത്തി സുഖവാസം 2 പേരും. എന്താന്നില്ലേ, എൻ്റെ ഭർത്താവിന് തട്ടിയെടുക്കാൻ മാത്രം അവളായി അല്ലേ? അവൾക്ക് ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് വിടണം, അല്ലെങ്കിൽ അവളെ സുഖമായി അങ്ങ് ജീവിക്കും. അത് തകർക്കണം, തകർത്തേ പറ്റൂ. ഒരിക്കൽ പോലും അവളെ ഞാൻ സുഖത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതിന് ഫസീല സമ്മതിച്ചിട്ട് വേണ്ടേ സൗദ? എൻ്റെ ഭർത്താവിനെ അങ്ങ് ഒറ്റയ്ക്ക് കിട്ടിയെന്ന് നീ വിചാരിച്ചു അല്ലേ? ഞാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അയാൾ എന്നെ ഡൈവേഴ്സ് ചെയ്തിട്ടില്ല, ഞാനതിൽ ഒപ്പിട്ടിട്ടുമില്ല. ഇട്ടെങ്കിലല്ലേ അതൊക്കെ നടക്കും സൗദ. നീതി എനിക്ക് കിട്ടണം. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് നീ അങ്ങ് സുഖിക്കുകയാണ്. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഫസീല ഓരോന്ന് ആലോചിക്കുകയാണ്. എന്നാൽ ഈ സമയം അവളെ കൂടെ ജീവിച്ചിരുന്ന ആ ഷാജി അവളെ ഇട്ടിട്ട് പോയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലായി. ഷാജി ശരിക്കും പെട്ട പോലെയായിരുന്നു. ഇവളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ തൻ്റെതെല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കി. വിലപിടിപ്പുള്ള ഫോണ്, വിലപിടിപ്പുള്ള ഡ്രസ്സ് എല്ലാം അവൾക്ക് വാങ്ങിക്കൊടുത്തു. പക്ഷേ അവൾ വഞ്ചകിയാണ്, ചതിയത്തിയാണ് എന്നുള്ള യഥാർത്ഥ സത്യം പിന്നീടങ്ങോട്ട് അവന് മനസ്സിലായി തുടങ്ങി. എന്നാൽ ഈ സമയം ഫസീല അതാ സൗദക്ക് മെസ്സേജ് അയക്കുന്നു വീണ്ടും. എടി സൗദ, എന്നെ പറ്റിച്ചു കളഞ്ഞ് നീ അങ്ങ് ഗൾഫിലെത്തിയല്ലേ? നീ എന്ത് വിചാരിച്ചത് ഞാനിതൊന്നും അറിയില്ലാന്നോ? ഓഹോ, അങ്ങനൊരു ആഗ്രഹം എനിക്കുണ്ടല്ലേ? പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മക്കളാണ് നിൻ്റെ കൈകളിലുള്ളത്. എന്തായാലും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും എൻ്റെ മക്കളെ നീ തട്ടിക്കൊണ്ടുപോയെന്ന്. അത് തന്നെ കൊടുക്കും, നീ എന്നേ പറയുള്ളൂ. എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ കൂടെ മക്കളാണ്. പക്ഷേ നീ എന്ത് കാര്യത്തിനാണ് എൻ്റെ മക്കളെ കൊണ്ടുപോയത്? നീ എന്തിനാ അവരെ ശ്രദ്ധിക്കുന്നത്? അതെൻ്റെ മക്കളല്ലേ. ഒരിക്കൽ പോലും നിനക്കതിൽ അവകാശമില്ലല്ലോ. നീ അങ്ങ് ഉമ്മ ചമയാണല്ലേ അവിടെ. എൻ്റെ മക്കളുടെ ഉമ്മച്ചി. എന്താ സുഖം! നിൻ്റെ സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടി, നല്ല സ്വത്ത് കിട്ടി, ഗൾഫ് ജീവിതം, വിമാനയാത്ര, നല്ല ഫ്ലാറ്റിലുള്ള ജീവിതം. എല്ലാം കൂടി ആയപ്പോഴേ നീ കരുതി ഞാനൊരു രാജകുമാരി ആയെന്ന്. അതെ സൗദ, ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചേക്ക്. ഇതുവരെ അനുഭവിച്ചത് കഴിഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്കായിട്ട് ഇനിയില്ല. നല്ലോണം സൂക്ഷിച്ചോ. എൻ്റെ മക്കൾക്ക് എന്തായാലും എന്തെങ്കിലും പോറലെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതെ, വല്ലാതെ നീ സുഖിക്കണ്ട. അതൊക്കെ ഞാൻ പെട്ടെന്ന് നിൻ്റെ സ്വപ്ന ലോകം, നിൻ്റെ ആ ഒരു പളുങ്ക് കൊട്ടാരം ഏതാനും നിമിഷങ്ങൾക്കകം പൊളിഞ്ഞു വീഴാറായി എന്ന് കരുതിക്കോ. നീ നിൻ്റെ ചെറ്റക്കുട്ടിൽ ജീവിക്കേണ്ടവളാണ്, അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കേണ്ടവളല്ല. മനസ്സിലാക്കിക്കോ. ദീർഘമായ ഒരു വോയിസ് മെസ്സേജ് സൗദിയുടെ ഫോണിലേക്ക് വിടുന്നു. അറിയാത്ത നമ്പറിൽ നിന്ന് വീണ്ടും അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ അവൾ ഒന്ന് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇത് മറ്റേ മെസ്സേജ് പോലെ അങ്ങനെ എന്തെങ്കിലും ആയിത്തീരുമോ? റബ്ബേ, എനിക്കറിയുന്നില്ല. അവൾ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലിരിക്കുന്ന സമയത്താണ് അതിലേക്ക് മെസ്സേജിൻ്റെ ശബ്ദം വന്നത്. അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു വോയിസ് കൂടെ കണ്ടപ്പോൾ സൗദ പതുക്കെ ആ ഫോൺ എടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഒരു പക്ഷേ തന്നെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വെക്കുമ്പോൾ അത് വേണ്ട, അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ട. അവളതാ നേരെ ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോകുന്നു ഫോൺ എടുത്തുകൊണ്ട്.
സൗദ, ഭർത്താവിൻ്റെ വിളി. എങ്ങോട്ടാ? അത് ഞാൻ ഇപ്പോൾ വരിക്കാം. എന്ത് പെണ്ണേ? ഏയ് ഒന്നുമില്ല. അവളുടെ മുഖത്ത് ശരിക്കും ആ ഭയം നിഴലിച്ച് കണ്ടിരുന്നു. സൗദ, അവിടേക്ക് ഒറ്റയ്ക്ക് ഈ സമയത്ത് പോകണ്ട. ഞാൻ വരിക്കാം. അവൾ തൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. പക്ഷേ അവൾ ആ വോയിസ് ഓൺ ചെയ്തില്ല. എന്തായിരിക്കും അതിൽ പറയുന്നത്? 2 നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടും വീണ്ടും അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് വരുന്നത്. അവളാകെ ഭയക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനതൊന്ന് കാണിച്ചു കൊടുത്താലോ? അവൾ പലവട്ടം വിചാരിക്കുന്നു, വേണ്ട, സന്തോഷകരമായ ജീവിതമാണ് ഞങ്ങളുടേത്. ഒരുപാട് വിഷമം അനുഭവിച്ചതാണ് അദ്ദേഹം. ഇനിയെങ്കിലും അദ്ദേഹത്തിന് സ്നേഹവും സമാധാനവും നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. റബ്ബേ, പഠിച്ചോനെ. അവൾക്ക് ആ വോയിസ് അവോയ്ഡ് ചെയ്താലോ എന്ന് തോന്നിപ്പോവുകയാണ്. പക്ഷെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? ഒരു സമാധാനവുമില്ല. സൗദ, ഭർത്താവ് വിളിക്കുന്നു. ആ ഇക്ക. സൗദ, ടൈം ഇത്തിരി ആയല്ലോ. ഇന്നെന്താ നീ ഫുഡ്? ആ ഇക്ക, അല്ലെങ്കിൽ നീ തിരക്ക് കൂട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിക്കണം, നേരെ ലേറ്റ് ആകാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തീറ്റിപ്പിക്കുമല്ലോ. ഇന്നിപ്പോൾ എന്താ, എന്തു പറ്റി? സൗദക്ക് അവളുടെ മാനസികാവസ്ഥ തന്നെ ആകെ തെറ്റിയ പോലെയായിരുന്നു. എന്തായിരിക്കും അതിലുള്ള ഭീഷണി എന്നായിരുന്നു അവൾ ഭയന്നിരുന്നത്. ഇക്ക വരി, ഫുഡ് കഴിക്കാം. ഞാനിന്ന് ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ നീ എന്താ ഒരു മൂഡ് ഓഫ്? എന്നാൽ അത് കേട്ട മോൾ പറഞ്ഞു, ഉപ്പച്ചി നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. അല്ല, ഫുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അത് സാരല്ല പെണ്ണേ, വാ നടക്ക്, നമുക്ക് പുറത്ത് പോകാം. അങ്ങനെ അതാ സൗദിയും നവാസും മക്കളും പുറത്തു പോകുന്നു. അപ്പോഴും ആ വോയിസ് ഒന്ന് ഓൺ ചെയ്ത് കേൾക്കാൻ അവൾക്ക് ടൈം കിട്ടിയിരുന്നില്ല. എന്ന് മാത്രമല്ല, കൂടെ അവരുണ്ടായത് കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്തില്ല. പഴയ പോലെ ഉത്സാഹത്തിലല്ല സൗദ ഉള്ളത്. കാറിൽ കയറിയിരുന്നു എന്നല്ലാതെ അവൾക്കൊരക്ഷരം മിണ്ടുവാനേ കഴിയുന്നില്ല. സൗദ, ഇന്ന് എന്ത് ഫുഡാണ് വേണ്ടത്? വെറൈറ്റി ആയിക്കോട്ടെ. ഓരോ ദിവസം വെറൈറ്റി ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇന്നെന്ത് നിനക്ക് വേണ്ടത്? അതിൽ മോള് പറഞ്ഞു, ഉപ്പച്ചി പറഞ്ഞില്ലേ ഇന്ന് ചിക്കൻ തളിക കഴിക്കാന്ന്. ചിക്കൻ തളിക? ഓക്കെ ഓക്കെ. അതോ ബീഫ് തളിക വേണോ? അതോ മട്ടൻ തളികയോ? എല്ലാം ഉണ്ടല്ലോ. ഉപ്പച്ചി ഇന്ന് ചിക്കൻ തളിക മതി, അതിലെല്ലാം ഉണ്ടാവുമല്ലോ. അന്ന് അവൾക്ക് വാങ്ങിക്കൊടുത്തത് അവൾക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ആ ചിക്കൻ ഐറ്റംസ് എല്ലാം അതിൽ. ഓക്കെ സൗദ, അത് പോരടി. ആ ഇക്ക. എന്താ പെണ്ണെ, നീ ഏത് ലോകത്താ? നീ ഏത് ലോകത്താ പെണ്ണെ? ഇവിടെ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ആ ആയിക്കോട്ടെ, മോള് പറഞ്ഞത് മതി. ഓക്കെ ഓക്കെ. അങ്ങനെ അതാ അവർ വലിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു. ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്യുന്നു. സെർവൻ വന്ന് ഫുഡ് ഐറ്റംസിനെ കുറിച്ചെല്ലാം പറയുന്നു, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം. അപ്പോഴും മോള് പറഞ്ഞു, ചിക്കൻ തളിക മതി. ഓക്കെ ഓക്കെ. ആ എന്നല്ല അത് മതി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാട്ടോ. ഇത് തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഇവരൊന്നും ഞാൻ പറയാം. ഓക്കെ. ആ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരു 4 പൊറോട്ട എടുത്തോളൂ, അങ്ങനെ എന്തെങ്കിലും. അതിക്കെന്ത് ഗ്രേവി കാര്യങ്ങൾ. ആ ഓക്കെ ഓക്കെ. പിന്നെ കുടിക്കാൻ ജ്യൂസ് എടുക്കാം. ഓക്കെ മോളെ, ജ്യൂസ് മതിയല്ല? സൗദ, നിനക്ക് എന്താ വേണ്ടത്? ഇക്ക, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അവൾക്ക് അവളുടെ മനസ്സ് തന്നെ വേറെ സ്ഥലത്തായിരുന്നു. എന്നാൽ ഈ സമയത്ത് അപ്പോഴേക്കും അതാ ടേബിളിലേക്ക് സൂപ്പ് കൊണ്ടുവരുന്നു. അവരെല്ലാവരും അതാ സൂപ്പ് കുടിക്കുന്നു, മക്കളും നവാസും. പക്ഷേ സൗദയുടെ മുന്നിൽ അതുണ്ടായിട്ട് പോലും അവളത് കാണാത്ത രീതിയിൽ. എന്തെൻ്റെ പെണ്ണെ സൗദ, നീ ഇത് കാണുന്നില്ലേ? ഒന്ന് കഴിക്ക് പെണ്ണേ. ഇതൊന്നും വേണ്ടില്ലായിരുന്നു, ഞാനും മോനും ഒന്നില്ലെന്ന് കുടിച്ചോളാം. എന്തിനാ? ഇഷ്ടം പോലെ കഴിക്കണം. ഇവിടേക്ക് വന്നത് നീ ക്ഷീണിച്ചു എന്നങ്ങനെ ഉമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉമ്മ എന്നെ കേട്ടോ ചീത്ത പറയാ. ഇക്ക, എനിക്ക് ഫുഡൊന്നും വേണമെന്നില്ല. അതെന്താ പെണ്ണെ, ഒക്കെ ഓർഡർ ചെയ്തില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോഴതാ വലിയൊരു തളികയുമായി അയാൾ എത്തുന്നു. ശരിക്കും സൗദ അതെല്ലാം കണ്ടപ്പോൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. റബ്ബേ, ഇതൊക്കെ എന്താ റബ്ബേ? അപ്പോൾ നീ കഴിച്ചിട്ടില്ലേ ചിക്കൻ തളിക? ഇതിൽ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ പാകത്തിന് റൈസ്, അതിലേക്കുള്ള ചിക്കൻ ഗ്രേവി ആൻഡ് ഒരു ഫുൾ ചിക്കൻ, അതിനുള്ളിൽ എഗ്ഗ് നിറച്ചത്, ഫ്രൈ ചെയ്തത്,
അങ്ങനെ എല്ലാ ഐറ്റംസിനുള്ളതും ദാ കഴിച്ചു നോക്ക് പെണ്ണേ, അതിലേക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ ദാ. അപ്പോഴേക്കും പൊറോട്ടയും എത്തി സൗദിയുടെ മുൻപിലേക്ക്. അവരെല്ലാവരും കൂടി ആ ഒരു തളികയിൽ വെച്ചാണ് കഴിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളും. സൗദ, എന്താ പെണ്ണെ, ഞാൻ വാരി തരണോ? നീ എന്താ അന്തം വിട്ടിരിക്കുന്നത്? ഇക്ക, എനിക്ക് വിശപ്പില്ല. എൻ്റെ പെണ്ണെ, വിശപ്പുള്ള എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഇവിടെ വെച്ച് നീ കഴിക്ക്. എനിക്കറിയാം നീ ഉച്ചയ്ക്ക് എന്തോ ഒന്ന് കഴിച്ചതാണ്, വേറെ ഒന്നും നീ കഴിച്ചിട്ടില്ല. എനിക്കറിയാം അതിനെക്കുറിച്ച്, ഞാൻ കണ്ടതല്ലേ. ഇക്ക, എനിക്ക് കുറച്ച് മതി. എന്നാൽ റൈസ് കഴിക്ക്. പിന്നെ ഒരു ഫുൾ ചിക്കനൊക്കെയാണ് എടുത്തിട്ട് ഇനിയിപ്പോൾ ആരത് കഴിക്കുക? എന്തിനാ ഇത്രയധികം വാങ്ങിയത്? അത് ഒരു ചിക്കൻ തളിക എന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ മാത്രമല്ല, അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡാണ് വരുന്നത്. ചിക്കൻ കൊണ്ട് പല ഐറ്റംസ്, പിന്നെ എക്സ്ട്രാ ഒരു ഫ്രൈ ചെയ്ത ചിക്കനും. ഇത് മുഴുവനും കഴിക്കാതെ നീ ഇവിടുന്ന് പോകൂല. നവാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലോ, എനിക്ക് കഴിയില്ല കേട്ടോ, ആർക്കെങ്കിലും കൊടുക്കുക. നീ കഴിച്ചിട്ടല്ലേ? അങ്ങനെ അതാ നവാസിൻ്റെ നിർബന്ധപ്രകാരം അവൾ പതുക്കെ ആ ഒരു റൈസ് എടുത്ത് കഴിക്കുന്നു. എന്താ പിന്നെ ചിക്കനൊന്നും കൂട്ടണ്ടേ? മോളും മോനും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉപ്പച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മക്കൾ കഴിക്കട്ടോ, ഉമ്മച്ചി കഴിക്കുന്നില്ല കണ്ടോ. ഉമ്മച്ചി എന്താ കഴിക്കാത്ത? മോളുടെ ആ ഒരു വാക്ക്. പക്ഷെ ഉമ്മച്ചിയുടെ മനസ്സ് നിറയെ തീയായിരുന്നു. അതെ, തന്നെ മൊത്തത്തിൽ ഇപ്പോൾ കത്തിക്കുന്ന രീതിയിലുള്ള മെസ്സേജായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ളത്. അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഫോൺ ഇടയ്ക്കിടെ അവൾ എടുത്തു നോക്കുന്നുണ്ട്. സൗദ, എന്താ പെണ്ണെ, നീ എന്താ ഫോൺ നോക്കുന്നത്? വേറെ വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തില്ല. കാരണം അഥവാ അത് ഓപ്പൺ ചെയ്താൽ തന്നെ തനിക്കിവിടെ സമാധാനം നഷ്ടപ്പെടും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ. ഫസീല മറുപുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് അവൾ കണ്ട് ഞെട്ടണം, അവൾ ഉരുകി മരിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓളെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുകയാണ്, നാണം കെട്ടവള്. എന്താ അവളുടെ സുഖം! ഇതിനായിരുന്നു. നേരെ തന്നെ അവളതാ ജമീല താത്തയുടെ മരുമകൾക്ക് വിളിക്കുന്നു. എടി, നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത്? എന്ത്? എൻ്റെ ഇക്കയുടെ കൂടെ മറ്റോള് പോയില്ലേ ഗൾഫിക്ക്? എടി, ഞാനത് കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് എന്നെ മറച്ചു വെക്കണത്? നിന്റെ തൊട്ട അയൽവാസിയായിട്ട് നിങ്ങൾ അറിയാതിരിക്കൂലല്ലോ. ആരാ നിന്നോട് മറച്ചു വെക്കാൻ പറഞ്ഞത്? അതിനെന്ത് പാരിതോഷിക തന്നത്? സത്യം പറ. ഐഷമ്മ നിനക്ക് എന്തേ പാരിതോഷികം തന്നിട്ടുണ്ടോ? ഒരിക്കലും അവളോട് പറയരുതെന്ന് പറഞ്ഞിട്ട്. ഇല്ല പെണ്ണ്, നീ എന്തൊക്കെയാ പറയണത്? പിന്നെ ഞാൻ നിനക്ക് നിൻ്റെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് പൈസ ഇവിടെ ഇട്ട് തരാറുണ്ട് കേട്ടോ. നീ ചോദിക്കുമ്പോൾ എടി 500 1000 എന്ന് പറയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടുന്ന് വിട്ടു തരും. അതെനിക്ക് വിട്ടു തരാൻ ഇവിടെ എൻ്റെ ആളുണ്ടായിരുന്നു. അവന് നല്ല പൈസക്കാരനാണ്. പക്ഷെ അവനും നിന്നോട് പിണങ്ങിപ്പോയിക്കാണ്. നിങ്ങളെല്ലാവരും കൂടി എന്നെ മറച്ചു വെച്ചുല്ലേ എന്തൊക്കെയോ. എന്ത് പെണ്ണ് ഫസീല ഈ പറയണത്? ഞാൻ അറിഞ്ഞാൽ എന്നോട് പറയാതിരിക്കുമോ? വേണ്ടടി, ഈ കുറേ എൻ്റെ പൈസ തിന്നില്ലേ, മതിയായി. നീ ഉത്തരക്കാരിയായിരുന്നില്ലേ? അങ്ങനെ അതാ ജമീല താത്തയുടെ മരുമകൾ ഷെറീനയുമായി ഫസീല തിരക്ക് കൂടുകയാണ്. ഞാൻ എന്താ നിങ്ങൾക്ക് വിചാരം? എന്നെ ഒറ്റപ്പെടുത്താന്നില്ലേ? നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുകയാണ്. എടി ഫസീല, നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും പറയണ്ട. നീ തൊട്ടടുത്തായിട്ട് പോലും അറിഞ്ഞിട്ട് പോലും മിണ്ടിയില്ല. ജമീല താത്ത സ്ഥിരമായി ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന ആളായിട്ടും അതും പറഞ്ഞില്ല. എല്ലാവരും മനഃപൂർവ്വം എന്നെ ഇട്ട് ഇതാക്കിയിരുന്നില്ലേ? എല്ലാവർക്കുള്ള പണി ഞാൻ തരും, നോക്കിക്കോ. ഷെറീന ശരിക്കും പറഞ്ഞു. ഫസീല, ഒരിക്കലും ഈ ഇന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അമ്മായിമ്മ ഇക്കാരം ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഏജൻറ്റ് 37 മിണ്ടാകുന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല. എന്തിനാ ഷെറീന ജി കളവ് പറയണത്? എന്തിനാ ഇപ്പോൾ കളവ് പറയേണ്ട ആവശ്യം? നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി എന്നെ ഒരു പൊട്ടത്തിയാക്കണം, ഒരു പൊട്ടിയാക്കണം അല്ലേ? ഒരിക്കലും അല്ല. ഇജി തന്ന 500 1000 ഒക്കെ സാക്ഷി വെച്ച് ഞാൻ പറയണേ. ഒരിക്കൽ പോലും എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അറിഞ്ഞൊക്കെ പെണ്ണെ അപ്പം തന്നെ ഞാൻ അറിയിക്കൂലേ? എന്നാൽ തന്നെ മറ്റേ കാര്യം ആകെ കൊളയിക്കണടി. കാരണം സാജി ഇവിടെ നിൽക്കണം, അത് ഞാൻ അറിഞ്ഞിക്കണേ തന്നെ. അത് ശരി, അപ്പം എൻ്റെ ഐഡിയകളൊക്കെ ഫലിച്ചില്ലേ? എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. ഞാൻ എനിക്ക് അല്ലാതെ തെറ്റായ രീതിയിൽ ഒരു ഭാഗത്തും ഞാൻ കൂട്ടു നിൽക്കൂല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് 10 500 തരണേ ഇയാണ്.
എടി എനിക്കൊരു സാധനം വാങ്ങാൻ, ചിലപ്പോൾ എൻ്റെ കുട്ടികളെ ഫീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങാൻ, ബാഗ് വാങ്ങാനൊക്കെ പറയുമ്പോഴേ ഇജ്ജ് അയച്ചു തന്നെ പൈസ ഞാൻ ഒരിക്കലും മറക്കൂല. അനക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ എൻ്റെ നാത്തും ഇവിടെ തെറ്റി നിൽക്കണ്, അധികം മറക്കണ്ട. ഓള് തെറ്റിയിട്ട് 2-3 ദിവസമൊക്കെ ഇവിടെ വന്നിട്ട് അതോടുകൂടി ഓൾക്കുള്ള ഭർത്താവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസം. എന്തായിരുന്നു ഭയങ്കര സോലിഹായ തന്നെ. അത് ശരി, നന്നായി. ഞാനും കരുതിക്കണ് ഓൻ്റെ ആ സോലിഹായ നടത്തൊന്നും ഇല്ലാതാക്കണമെന്ന്. എന്തായിരുന്നു ഓലെ സ്വഭാവം എന്നോ? ഓനൊരു മുഖത്തേക്ക് നോക്കൂല, നാണാണ്, പെണ്ണുങ്ങളെ മുഖത്തേക്കും നോക്കൂല, ഭയങ്കര അച്ചടക്കമാണ്, ഭയങ്കര പവിത്രതയാണ്, അങ്ങനെ എല്ലാവരും പറഞ്ഞ് നടന്നു. ഞാനും വിചാരിച്ചിന് ഓൻ്റെ ആ ഒരു മുഖം മൂടി ഒന്ന് അഴിച്ച് മാറ്റണമെന്ന്. മുഖം മൂടി ഇട്ടിട്ടില്ലെങ്കിലും ഇട്ട പോലെ ആക്കി ഞാൻ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞിക്കണല്ല ഓനെ ഇപ്പോഴും നല്ല. അതിൻ്റെ മുമ്പേ കുറേ പ്രാവശ്യം എനിക്ക് നേരെ വന്നിട്ടുണ്ട്, ഞാൻ ഒഴിഞ്ഞ് മാറിയതാണ്, ഇപ്പോഴാണ് ഓന് ചാൻസ് കിട്ടിയതെന്ന്. അത് ഞാൻ പറഞ്ഞു. സാജിദാൻ്റെ ഐക്ക് വരെ വോയിസ് വിട്ടു. ഓല അങ്ങനെ അങ്ങോട്ട് സുഖിക്കണ്ട. അമ്മായിമ്മയും മോളും മരോളും മറ്റോള് റെസ്റ്റല്ലേ, സുഖമില്ലല്ലോ. സുഖമില്ലാതെ കിടക്കല്ലേ. അത് ശരി. അപ്പോൾ ഗർഭിണിയാന്നൊക്കെ? ഗർഭിണിയാണത്രേ. എന്താ ബ്ലീഡിങ്ങോ എന്തൊക്കെ ഉണ്ടായിട്ട് റെസ്റ്റ് വേണം, നല്ല ശ്രദ്ധിക്കണം. എന്നിട്ടിപ്പോൾ തള്ളൻ്റെ അടുത്താണോ? തള്ള എങ്ങനെയാണോളെ നോക്കണതോ. തള്ള പറഞ്ഞത് ഇന്നോള് കുറേ നോക്കിയതാണ്, ഹോസ്പിറ്റലിൽ വരെ എന്നെ വന്ന് ഒഴിവാക്കിയിട്ട് ഹോസ്പിറ്റലിൽ വരെ വന്ന് നോക്കിയതാണ്, ഓളെ ഞാൻ നോക്കുന്നതാണ് ഇങ്ങോട്ട് ഇവിടെ നിൽക്കണം. ഇപ്പം തള്ളക്ക് എല്ലാത്തിനും വയ്ക്കൂലേ. അന്ന് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ എന്തൊരു ഇതായിരുന്നു. അല്ലേ ഇപ്പോൾ ഇതൊന്നും വെച്ച് വിളമ്പി വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ, തള്ളാരനല്ലേ വെച്ച് വിളമ്പൽ. ഞാൻ നേരെ വൈകി എണീറ്റാൽ പറയും, ഇവിടെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ലേ, ഈ കുട്ടികൾക്ക് ബിസ്ക്കറ്റും റസ്ക്കും കൊടുക്കാൻ വേണ്ടി നിൽക്കണം, അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞ് ചീത്ത തന്നീനോ. ഇപ്പം ആ മരുവളെ എങ്ങനെ നോക്കണല്ലേ. നോക്കട്ടെ അവൾക്കൊക്കെ ഉള്ള പണി ഞാൻ കൊടുക്കാം. എടി എൻ്റെ ശാപം കൊണ്ടുതന്നെതാ ഷമ്മാസിൻ്റെ കുട്ടിക്ക് എന്തോ കുഴപ്പമൊക്കെ ആയിട്ടതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുന്ന് ഇവിടെ കെടുക്കല്ലേ, തല കുത്തിനയക്കാണ്ട്. നന്നായത്, ഞാൻ ആഗ്രഹിച്ചേനേനു അതൊക്കെ. എൻ്റെ മനസ്സിലത്തെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാജിൻ്റെ ഭർത്താവിനെ ഞാൻ ശരിയാക്കി. അതെ, മൂപ്പര് വിചാരം മൂപ്പര് വലിയ സോലിഹായ മനുഷ്യനാണ് എന്നായിരുന്നു. പക്ഷെ അത് ഞാനവിടെ ഇല്ലാതാക്കി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കുറച്ചങ്ങനെയൊക്കെ ഉണ്ട് കെട്ടിപ്പറയണം, എന്നെങ്കിൽ തന്നെ കുറച്ച് ഓൽക്കോല അഹങ്കാരം എന്ന് കുറവുള്ളൂ. ഭയങ്കര അഹങ്കാരമാണ് സാജിദാക്ക്, അതിലേറെ അഹങ്കാരമാണ്. ഓൻ്റെ വിചാരം ഓൻ വലിയ ഏതോ തങ്ങളോ മൂല്യരച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അല്ല. ഞാനതുകൊണ്ട് പൊളിച്ചടുക്കി എല്ലാവരുടേക്കും വോയിസ് വിട്ടിക്കണം. അതൊക്കെ നന്നായിട്ട്. എന്തായാലും എൻ്റെ നാത്തും ഇവിടെ തെറ്റി വന്ന് നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു കൂത്ത്. ഏതായാലും ഞാൻ ഉമ്മാനോട് അറിയാത്ത രീതിയിൽ സോപ്പിട്ട് ചോദിച്ചോക്കട്ടെ. ഇമ്മ എന്താ പറയണേ നോക്കാമല്ലോ. അപ്പോൾ തന്നെ അതാ ഷെറീന ഉമ്മയുടെ അടുക്കലേക്ക്. ഉമ്മ, നിങ്ങളിപ്പോൾ എന്താ പുത്തൻ വീട് തറവാട്ടൊക്കെ വല്ലാതെ പോകണില്ലല്ലോ. പോയാലൊക്കെ ഇപ്പോൾ വലിയ കാര്യം തന്നെയാണ്. മരോള് സുഖമില്ലാതെ നിൽക്കണ്, നവാസിൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സാജിയുണ്ട് ഇനിയിപ്പോൾ. പക്ഷേ ഐഷത്താക്കും കൊണ്ട് ഒന്നും കൂടി ആരോഗ്യം കൂടിയപ്പോൾ എന്നോട് പറഞ്ഞേക്കണം, ഇപ്പോൾ പണിക്കാരുണ്ട് വരണ്ട പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ പോണില്ല. മരോള് വെയ്യാതെ കിടക്കല്ലേ, ഓൾക്ക് റെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. ഓല റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പണ്ടത്തെ കാലത്ത് റെസ്റ്റ് ഇല്ലേനും കാര്യമൊന്നും ഇല്ലേനും. അത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഉണ്ടാവും. ഉമ്മ, അപ്പോൾ ഓൾ ഡോക്ടർ വിഭാഗമൊക്കെ പഠിക്കല്ലേ, ഓൾക്ക് അതിനെക്കുറിച്ച് അറിയണമല്ലേ. ഡോക്ടറൊക്കെ ആകണ്. ഡോക്ടറൊക്കെ ആകുമ്പോൾ ഓൽക്കൊക്കെ അങ്ങനത്തെ തന്നെ ഇക്കാരല്ലോ. എന്തായാലും എന്താവും നാവോ. ആറ്റൊരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടിയാണ് ഇങ്ങനെ ആയിപ്പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ബാക്കി ഉണ്ടാവും ആവോ. അല്ലെങ്കിൽ എന്തിനാണുമ്മ ഒരു റെസ്റ്റൊക്കെ എടുത്ത് കുട്ടികളുണ്ടാക്കണേ? പഠിച്ചോൻ തരാൻ വിചാരിച്ച് തരുമല്ലോ. പിന്നെ ഇപ്പം ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കണം. ഓല് വലിയ ദീനീച്ചിട്ടകളല്ലേ, വലിയ ദൈവവിശ്വാസികൾ, പഠിച്ചോനെ പോയുള്ളവർ. അങ്ങനെയൊക്കെ ഇപ്പം ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ വിധീനെ വിശ്വസിച്ചുകൂടും ഓൽക്ക്. അതിനെന്താടി ഓൽക്കൊരു കുട്ടി ഉണ്ടായിച്ചിട്ട് ഇപ്പം എനിക്കിപ്പോൾ എന്താ? അല്ലേ ഞാൻ പറയാം, ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ 2 പറ്റിക്കണം. എന്തെങ്കിലും റെസ്റ്റ് എടുത്തിട്ടാ 2 കുട്ടികളത് ഒരു കുഴപ്പമില്ല ചാടി ഓടി കളിക്കണം. അത് എല്ലാവർക്കും ഒരേപോലെ ആവില്ല, പലർക്കും പല കംപ്ലൈൻറ്റും ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ അന്വേഷിക്കാൻ ഇതിനൊക്കെ പോണത്? ഷെറീന, എൻ്റെ പണി നോക്കി അവിടെ ഇരുന്നോ. എന്തെന്നറിയില്ല, അവൾക്ക് ഭയങ്കര സന്തോഷം. നേരെ ഫസീലാക്ക് അതാ അപ്പോൾ തന്നെ മെസ്സേജ് അയക്കണം. എടി അത് പ്രശ്നമാണല്ലോ, ആ കുട്ടീൻ്റെ കാര്യത്തിൽ വലിയതൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അത് അവനെ കുത്തനെ കിടന്നിട്ട് ഇപ്പോൾ ഉണ്ടാകുകയല്ലേ, എന്താണെന്നില്ലേ, ഒരു ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു പെണ്ണാണ് ഇപ്പോൾ അത്.
എടി ഞാൻ പറഞ്ഞില്ലേ എന്നെ കുറേ ഉപദ്രവിച്ചിക്കണമെങ്കിൽ ഓൽക്കുള്ളത് കൊടുക്കും, ഓൽക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും. ആ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഷമ്മാസിന് എന്തൊരു അഹങ്കാരമായിരുന്നു എന്നോ. ഒരു നുസൈബ ഞാൻ എൻ്റെ ആങ്ങളുടെ കുട്ടീനെ കുറേ കെട്ടാൻ പറഞ്ഞ് കെട്ടിയില്ല. ഇപ്പോൾ കെട്ടണ്ടില്ലേനാ. ഇപ്പോൾ എൻ്റെ ആങ്ങളെ വരെ പിന്നെ വെറുത്തു ഓരോ കാര്യം കൊണ്ട്. ഓരോ കാര്യം കൊണ്ട് ഓല ഇടങ്ങാറാക്കല്ല എന്നെ എല്ലാവരും കൂടെ. പിന്നെ ഷെറീന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇജ്ജ് അവിടുത്തെ എനിക്ക് പറഞ്ഞു തരണം. അനക്കുള്ള പൈസ ഞാനെടുത്ത് തരും. എന്തൊക്കെ തന്നെയാലും ഞാൻ ജീവിക്കണ എൻ്റെ ആളിപ്പോൾ തെറ്റിപ്പോയിക്കണം. മൂപ്പരെ അന്വേഷിച്ച് ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ തന്നെ ഫസീല അതാ അവിടെ നിന്ന് ഇറങ്ങി തിരിക്കുന്നു. നേരെ തൻ്റെ ഭർത്താവെന്ന പേരുള്ള അയാളുടെ വീട്ടിലേക്ക്, ഷാജിയുടെ വീട്ടിലേക്ക് അവൾ നേരെ പോയി അതാ കോളിംഗ് ബെൽ അമർത്തുന്നു. എന്നാൽ മക്കൾ പപ്പയെ കണ്ട സന്തോഷത്തിലായിരുന്നു. പപ്പ ഇനി പോവണ്ട പപ്പ, ഇനി പപ്പ ഞങ്ങളുടെ കൂടെ നിൽക്കണം പപ്പ. മക്കളുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് അയാളുടെ ഭാര്യയും സങ്കടപ്പെട്ടിരുന്നു. അതെ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ, മക്കൾ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളിനി നൈറ്റ് ഡ്യൂട്ടിക്ക് പോവണ്ട, നിങ്ങൾ ഇവിടെ നിന്നോളൂ. എന്താ പെണ്ണെ നീ പറയണത്? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ ജീവിക്കാം. തൻ്റെ ഭർത്താവ് പെട്ടെന്ന് സമ്മതിച്ചപ്പോൾ അവൾക്ക് തന്നെ എന്തോ ഒരു ഡൗട്ട്. അപ്പോൾ ആ സമയത്താണ് ആ കോളിംഗ് ബെൽ അമർന്നത്. ആരാണത് ആവോ? ആരാണാവോ? ഞാനൊന്ന് കിടക്കട്ടെ എന്തായാലും. എന്താ നിങ്ങൾക്കെന്താ തലവേദന ഉണ്ടോ? ഷാജി ഞാനൊന്ന് മസാജ് ചെയ്തിരട്ടെ. എനിക്ക് എന്തെന്നറിയില്ല, തലവേദന മാത്രമല്ല മനസ്സിനും വല്ലാത്ത വേദന. എന്തു പറ്റി ഷാജി? പാവം ഭാര്യ അയാളുടെ മുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് വിക്സ് എടുത്ത് ഞാൻ തേച്ച് തരാം. കുറച്ച് വിക്സ് എടുത്ത് അയാളുടെ നെറ്റിയിൽ അവൾ പതുക്കെ തലോടി. അതെ, ഇതാണ് എൻ്റെ യഥാർത്ഥ ഭാര്യ. എൻ്റെ യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇവളാണ്. ഇവളെ തനിച്ചാക്കിയിട്ടാണല്ലോ ഞാൻ അവളുടെ കൂടെ ജീവിക്കുവാൻ വേണ്ടി പോകുന്നത്. കോളിംഗ് ബെൽ വീണ്ടും അതാ അമരുന്നു. ഷാജിയുടെ ഭാര്യ നേരെ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. ആരപ്പത്? നേരത്തെയും ബെല്ലടിച്ചു. ആരാ? കണ്ട പരിചയമുള്ള ആ ഒരു മുഖം. പെട്ടെന്ന് അവൾക്ക് എന്തൊക്കെയോ മനസ്സിലേക്ക് ഓടിയെത്തി. എവിടെ ഷാജി? ഷാജി ഷാജി നിങ്ങൾ വിളിക്കുന്നു. ഒരു പെണ്ണ്. പെണ്ണോ? എന്നെ? ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. അവളായിരിക്കോ? ഫസീലായിരിക്കോ? എനിക്കൊന്നും അറിയുന്നില്ല. അതെ, ചെന്ന് നോക്കൂ. അയാൾക്ക് പോകാൻ മനസ്സ് കാണിച്ചില്ല. ഞാനിവിടെ ഇല്ലെന്ന് പറ, വാതിലടിച്ചേക്ക്. നിങ്ങൾ ചോദിച്ചു വന്നതല്ലേ, പിന്നെങ്ങനെ? അവൾ നേരെ അവിടെ ചെന്ന് പറഞ്ഞു. അതെ, ഷാജി ഇവിടെ ഇല്ല കേട്ടോ. ഷാജി ഇവിടെ ഇല്ലാതിരിക്കൂലല്ലോ. അവൾ ആ വീട്ടിലേക്ക് അതാ ഇടിച്ചു കയറി വരുന്നു. ഷാജി ഇവിടെ ഇല്ലാതിരിക്കേ? ഷാജി ഇവിടെ ഇല്ലാതിരിക്കാൻ ചാൻസ് ഇല്ല. നേരെ അതാ അവൾ റൂമിലേക്ക് കിടക്കുന്നു. ആഹാ, ഷാജി ഇവിടെ ഇല്ലല്ലേ? ഷാജി എന്ത് ഇങ്ങോട്ട് വന്നത്? പിണങ്ങി പോന്നതാണോ? ശരിക്കും അയാളുടെ ഭാര്യ ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എന്ത് സംഭവം? ആരാ ഷാജി? ഇത് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ ഷാജി ഇല്ലാത്ത വർക്ക് അവിടെ ശരിയാവുന്നില്ല. നീ ഒന്ന് വന്നേ. പിന്നെ അവിടെ ഒരുപാട് വർക്ക്. എന്തിന്നിങ്ങനെ പെട്ടെന്ന് ലീവ് എടുത്ത് പോകുന്നത്? ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. ഷാജി പ്ലീസ് കൊണ്ടുപോകട്ടെ, കുറച്ച് കഴിഞ്ഞ് വിടാം, അല്ലെങ്കിൽ രാവിലെ പറഞ്ഞേക്കാം. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ടാണ്. ദയവായി പ്ലീസ്, അത്യാവശ്യം ഒരു വർക്ക് വന്നിട്ടുണ്ട്, അതൊന്ന്. ഫസീല വലിയൊരു നാടകമാണ് അവിടെ കളിക്കുന്നത്. ഷാജിയുടെ കൈ പിടിച്ച് അവൾ വലിക്കുന്നു. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നിന്ന് അവൾ അകെ ഞെട്ടിപ്പോവുകയാണ്. മക്കൾ, ഞങ്ങൾ പപ്പയെ വലിക്കല്ലേ, ഞങ്ങൾ പപ്പയെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവർ കരയുന്നുമുണ്ട്. ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ്. എന്തത്? ഷാജിക്കപ്പോൾ ഇന്ന് മുതൽ ലീവാണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പെട്ടെന്ന്? അവൾ കരച്ചിൽ വന്നിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. എല്ലാം ഫസീല കുളമാക്കും. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ
ഷാജിക്ക് മറ്റൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. പെണ്ണെ, ഞാൻ വരാട്ടോ. ഞാൻ അത്യാവശ്യം വർക്കും തീർത്തിട്ട് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ. നമ്മുടെ ജീവിതത്തിൽ ക്യാഷ് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂട്ടി ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി. അത് കൂടുതലായിട്ടുണ്ടാകും. നീ തൽക്കാലം മക്കളെ കൊണ്ട് ഇവിടെ കിടക്ക്. ഷാജി അങ്ങ് പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഭാര്യ പറയുന്നു. ഞാൻ പോയിട്ട് വരാം. എന്നാലും ആ പെണ്ണെന്താ ഈ സമയത്ത് ഇങ്ങോട്ട്? ഷാജി, അങ്ങ് അപ്പോൾ ഇന്നും പ്രതീക്ഷകളെല്ലാം. മക്കൾ കരയുന്ന കണ്ടില്ല. പപ്പ പോവല്ലേ, പപ്പ പോവല്ലേ. മക്കൾ പിടിച്ചു വലിക്കുകയാണ്. പക്ഷേ തൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഓപ്പണാകും. ഫസീലയാണ് സാധനം. ഒന്നിനും മടിക്കൂല. അവൾ എല്ലാം തുറന്നിവിടെ പറയും. ഞങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാതാകാൻ ഇത് വലിയൊരു ചാൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഷാജി ഒന്നും പറയാതെ അവിടെ നിന്ന് അതാ ഇറങ്ങുന്നു. അതെ, ഞാൻ പോയിട്ട് വരാം, അത്യാവശ്യമായിട്ടാണ്. അവളും മക്കളും കരഞ്ഞു. പക്ഷെ അതൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. അവളുടെ കൂടെ തന്നെ അയാൾ പോകുന്നു. ഷാജി നൈസായി മുങ്ങിയല്ലേ എന്നെ വിട്ടിട്ട്. ഷാജി, നീ കൂടെ എന്നെ ഒറ്റപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? അവൾ അഭിനയിച്ചു നല്ല രീതിയിൽ. ഫസീല, ഞാൻ നിന്നെ അങ്ങേയറ്റം വെറുത്തു പോന്നതാണ്. ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ അടുക്കലേക്ക് ഒരു മടക്കം ആഗ്രഹിച്ചതല്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ പോയി അതങ്ങ് കുളമാക്കും അല്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയോട് പറയും, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാമുകിയാണ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവൾ വല്ല കടുങ്ങുകയും ചെയ്യും, മക്കളെയും കൂട്ടി. അതുകൊണ്ടല്ലേ ഷാജി ഇറങ്ങിപ്പോന്നത്? അയാൾ തല താഴ്ത്തി നിന്നു എന്നല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. ഫസീല, പ്ലീസ് ഉപദ്രവിക്കരുത്. ഞങ്ങൾ ജീവിച്ച് പോയിക്കോട്ടെ, നീ ഉപദ്രവിക്കരുത്, ദയവായി ഉപദ്രവിക്കരുത്. എൻ്റെ 2 മക്കളാണ് എനിക്ക്. എൻ്റെ ഭാര്യ പച്ചപ്പാവമാണ്. ഒരു നിമിഷത്തെ സന്ദർഭത്തിൽ ഞാൻ നിൻ്റെ വലയിലങ്ങ് പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഉപദ്രവിക്കരുത്. എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. വെറുതെ വിടണം. എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ. ഷാജി, ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഉപദ്രവിക്കും, നിങ്ങൾ ഉപദ്രവിക്കുന്നത്. എന്താ ഇത്ര ക്യാഷുകാരനായ ഒരാൾ എൻ്റെ അടുക്കൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുമ്പോഴേ ഫസീലയ്ക്ക് ക്യാഷിൻ്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? അതുകൂടി അതിനുള്ളൊരു മറുപടി കൂടി തന്നിട്ട് പോയാൽ പോരെ? ഫസീല, ദയവായി ഞങ്ങൾ ഉപദ്രവിക്കരുത്. എൻ്റെ കുടുംബത്തെ എനിക്ക് വേണം, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെയും. നിങ്ങൾ ദയവായി എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഷാജി കരഞ്ഞുകൊണ്ട് അതാ അവളോട് പറയുന്നു. ഫസീല പറഞ്ഞു, വരൂ, എൻ്റെ നേരെ വരൂ, ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിത്തരാം. ഞാൻ പറഞ്ഞല്ലോ ഷാജി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാൻ കൂടെ കൂടിയത്. ഷാജി വീണ്ടും അതാ അവളോട് കേണപേക്ഷിക്കുമ്പോൾ, അതെ ഷാജിയെ ഞാനങ്ങ് വിടുന്നില്ലല്ലോ. ഷാജി എന്നെ വിട്ടുപോയ പിന്നെ എനിക്ക് ആരാളുള്ളത്? ഞാൻ അതിനു വേണ്ടിയല്ലേ അങ്ങേ തേടി അങ്ങോട്ടെത്തിയത്. അതെ, പിന്നെ സുഖസുന്ദരമായ ജീവിതം നിങ്ങളുടെ കൂടെ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. ഷാജി, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയില്ല. എല്ലാ കാര്യത്തിനും നീ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിണങ്ങി പോകാനൊക്കെ പാടുണ്ടോ? സ്നേഹത്തോടെ അയാളെ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. അതെ, അവൾ വീണ്ടും അഭിനയം തുടർന്നു തൻ്റെ ജീവിതത്തിൽ. കാര്യം മറ്റൊന്നുമല്ല, ഷാജിയുടെ ക്യാഷാണ് ലക്ഷ്യം. നല്ല പണക്കാരനായ അയാൾ, നല്ല വരുമാനമുള്ള അയാൾ. അതെ, അയാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ തനിക്ക് ആവശ്യമുള്ള പണം കിട്ടും എന്നത് മാത്രമല്ല, തനിക്ക് ആഗ്രഹമുള്ളതെല്ലാം നേടിയെടുക്കാം. അതുമല്ല, തൻ്റെ ശത്രുക്കളെയും പരാജയപ്പെടുത്താം. അതായിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ സമയം അതാ അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു, അറിയാത്ത നമ്പറിൽ നിന്ന്. ഇത് ഫസീല എന്ന വ്യക്തിയാണോ? ആ അതെ, നാളെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം കേട്ടോ, 10 മണിയാകുമ്പോഴേക്ക്. ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ചു. ആരോ എനിക്കെതിരെ പാര വെച്ചിട്ടുണ്ട്. അതാണ് കോള് സ്റ്റേഷനിൽ നിന്ന്. അവളുടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.